ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSMEകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധതല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors. ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 1,94,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 1,88,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബച്ചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണ് പരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹോങ്കോങ്ങിൽ നടന്ന 22ാമത് ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ-17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നികിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജൽശക്തി മന്ത്രാലയവും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്. ജലക്ഷാമത്തിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2047 എന്ന വീക്ഷണം സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥാ പ്രതിരോധശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27ലേക്ക് മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22ാമത് ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.